ഇതിലൊരെണ്ണമാണ് ഡാനി സൂസന് കൊടുത്തല്ലേ? ഇനി അധികം ചോദ്യം ചോദിക്കുന്നില്ല. എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കണം. എപ്പോ, എങ്ങനെ ഇത് ഇവിടുന്ന് പോയി? ഒരു ചോദ്യം കൂടി. ക്വസ്റ്റ്യൻ പേപ്പർ ഈ അലമാരിന്ന് എങ്ങനെ പൊക്കി? അപ്പുറത്തെ സുബേറിന്റെ കടയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് നീ 4 ബാറ്ററി വാങ്ങി. 4 ബാറ്ററി ഉപയോഗിക്കുന്നത് ടോയ് കാറിനോ ഡോളിനോ ആണ്. എന്താ ശരിയല്ലേ? എന്നിട്ട് എങ്ങനെ ഇതിനകത്ത് കടന്നു? ഇനി ഒരു രക്ഷയില്ല. നിനക്കറിയാവുന്നത് മുഴുവനും പറഞ്ഞേ പറ്റൂ. കമോൺ ഡാനി. ഞാൻ എല്ലാം പറയാം. അങ്ങളെ 4 ബാറ്ററി. നശിച്ച ഒരു എലിശല്യം. ഇവറ്റോളെയൊക്കെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം.
ബട്ട് നോട്ട് ദ ബെസ്റ്റ്. നീ പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിച്ചു, പക്ഷെ മുഴുവനല്ലെന്ന് മാത്രം. മുഴുവൻ സത്യമാണ്. പുണ്യമുള്ളതാണ് സത്യം. വേണ്ട, 2 കാര്യങ്ങൾ നോൺസിംഗ് ആണ്. എന്ന് വെച്ചാൽ എടാ മണ്ട, വാച്ച്മാന്റെ ക്യാബിന്റെ താക്കോല് 6 feet above ആണ്. 4 feet പോലും ഇല്ലാത്ത നീ ഒറ്റയ്ക്ക് അതെങ്ങനെ എടുക്കും? അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയ പ്രശ്നം ഏതാണ്? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിനക്കെന്തിനാണ് മണ്ട 9th ക്വസ്റ്റ്യൻ പേപ്പർ? നീ വലിയ സ്മാർട്ടായിരിക്കും, പക്ഷെ എല്ലാവരോടും കള്ളം പറയുന്ന പോലെ ഈ ജോണ്ടിയോട് പറയരുത്. നിന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഇന്ന് 9th എക്സാം എഴുതാൻ പോകുന്ന ഈ സ്കൂളിലൊരു വ്യക്തി. നിന്നേക്കാൾ ഉയരവും നല്ല കൈക്ക് നീളമുള്ളൊരു വ്യക്തി. Am I right? ഡാനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഔട്ടിലെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. പക്ഷെ അവനോടൊപ്പം ഇതെല്ലാം ജയിച്ച ഒരു സ്റ്റുഡന്റ് നമുക്കിടയിലുണ്ട്. തെറ്റേറ്റു പറഞ്ഞാൽ ടീച്ചേഴ്സ് ഡാനിയോടെന്ന പോലെ അയാളോടും ക്ഷമിക്കും. ഹലോ മിസ്റ്റർ ടൈസൺ ബായ്, സ്റ്റാൻഡേർഡ് 9B. കഴിഞ്ഞ എക്സാമിന് ഓൺലി 33% മാർക്ക്. Am I right? ടൈസൺ, what's the time now? 10:45. അതിനിപ്പോ 9:30 ആയുള്ളൂ. ഐ എം സോറി, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓക്കെ. 10:45 PM. രാത്രി സെക്യൂരിറ്റിയുടെ റൂമിൽ തെന്നി വീണപ്പോൾ വാളിൽ കൈയിടിച്ചല്ലേ? ഇടിച്ച ഷോക്കിൽ വാച്ചും നിന്നു. Am I right? എടാ അവനാടാ. സോ ടൈസൺ, യു ആർ കോട്ട്. താനല്ലേ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് തർക്കിച്ച് സമയം കളയണ്ട. സ്റ്റുഡൻസ് ആരെങ്കിലുമാണ് ഇത് ചെയ്തതെന്ന് പലരും പറഞ്ഞു, പക്ഷെ ടൈസനെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. Don't panic. How did you find it? പറയാം. ഇയാൾക്ക് ഈ രാത്രി ഉറക്കൊന്നുമില്ലേ? ബാറ്ററി മേടിക്കാൻ പറഞ്ഞു. പോയി മേടിക്കാം. ചേട്ടാ 2 ബാറ്ററി. വേണ്ട 4 ബാറ്ററി മതി ചേട്ടാ. 4 ബാറ്ററി. നശിച്ച ഒരു എലിശല്യം. ഇവറ്റോളൊക്കെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. പൊക്കന്നെ എന്താ
Well done, Jondi. Well done. Don't panic. You saved me from a big trouble. Good job. താങ്ക് യു സർ. Hey, little Holmes. Don't be panic. 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 പലപ്പോഴും ഒരിക്കലാ ചർച്ചിൽ പോകുന്നത്. അന്നേരമാണെങ്കിൽ എടുത്താലും തീരാത്ത പണിയാ. എന്നാ ഇവിടെ ഒരുത്തനുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനെങ്കിലും വരുവോ? മറിച്ച് ഉപദ്രവത്തിനാണെങ്കിൽ ഒരു കുറവില്ല താനും. ആഹാ, എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? നേരത്തെ എഴുന്നേറ്റ കാരണം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഐഡിയ. ഇന്നത്തെ സൺഡേ പണ്ടേ ഫണ്ണാക്കി തരാം. എടാ ജോൺ, സൺഡേ ആയിട്ട് പകല് മുഴുവൻ ഉറങ്ങാനാണോ പ്ലാൻ? ഇതുവരെ എഴുന്നേറ്റില്ലേ? ഓ, ഇങ്ങനെ ഒരു ചെറുക്കൻ. രാത്രി മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ, പകല് മുഴുവനും കൂർക്കം വലിച്ച് ഉറക്കം. ഇതെന്താ മൂങ്ങയുടെ ജന്മമാണോ? ഞാനിവിടെ ഉണ്ടേ. ആഹാ, ഇന്ന് മഴ പെയ്യുമല്ലോ. എന്റെ കുഞ്ഞിന് എന്തു പറ്റി ഇങ്ങനെ നല്ല ബുദ്ധി തോന്നാൻ? അല്ല, ഇത്ര നേരത്തെ എഴുന്നേറ്റിരിക്കുന്നു. പഠിത്തവും തുടങ്ങിയല്ലോ. അപ്പൊ പള്ളി പോകുന്നതിന് ഫലമുണ്ട്. ഓ ജീസസ്, യു ആർ ഗ്രേറ്റ്. എന്റെ കുഞ്ഞ് നന്നായല്ലോ, എനിക്കത് മതി. ആരെ പറഞ്ഞു നന്നായിന്ന്? വാട്ട് ആന്റി, 45 വയസ്സ് പ്രായം കഴിഞ്ഞ മനുഷ്യന് ഓർമ്മക്കുറവ് പതിവാ. എന്താ? എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്നോ? എന്താ അങ്ങനെയല്ലേ? വാട്ട്? ഞാൻ എന്റെ പതിവ് സമയത്ത് എഴുന്നേറ്റ്. സംശയം ഉണ്ടെങ്കിൽ താ നോക്ക്. അയ്യോ എന്റെ കർത്താവേ, മണി 9:30 ആയല്ലോ. ഞാൻ ഇനി എപ്പോഴാ പള്ളിയിലോട്ട് പോകുന്നത്? എനിക്ക് വയ്യ. മതിയടാ ജീവിച്ചത്. ആന്റി, ഞാനും ചർച്ചിൽ വന്നോട്ടെ? വേണ്ട വേണ്ട വേണ്ട, കുർബാന സമയത്തെ നീ മുങ്ങാനല്ലേ. പിന്നെ ഫുഡ് എടുത്ത് ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട്. കുരുത്തക്കേട് കാണിച്ച നിന്നെ ഞാൻ കെട്ടിയിടും. എന്റെ കർത്താവേ, ഞാൻ ചെല്ലുപെട്ട് കുർബാനെല്ലാം കഴിയുമല്ലോ. പാവ ആന്റി. സമയം പോയല്ലോ. ഞാൻ ഇനി എപ്പോഴാ ഈ സൈക്കിളും ചവിട്ടി പണിയെടുക്കുന്നു? പ്രശ്നങ്ങളാ ഇവിടെ. ഹായ് ബായ്. ഹായ്. നിന്റെ ലോറിയാന്റെ സൈക്കിളെ പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി 10 എണ്ണി തീരുന്നതിന് മുമ്പ് നീ വേലി ചാടുവന്ന്. എക്കനൊട്ടെ ബുദ്ധി. ആന്റി ചർച്ചിൽ പോയി.
എനിക്കും ഇരിക്കട്ടെ ഒരു അസിസ്റ്റന്റ്.